ആരും നിർബന്ധിച്ച് ഇതിലേക്ക് വിട്ട് കഴിഞ്ഞാൽ പോവാത്തതാണ് നല്ലത്. പാഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായും ചെയ്യും. അങ്ങനെയുള്ള കുട്ടികൾ എന്തായാലും ചെയ്തിരിക്കും. വിജയഗാഥ നെയ്തെടുത്ത ഷിനി ആഘോഷ് എന്ന് പറയുന്ന രണ്ടാളുകളുടെ ഒരു സക്സസ് സ്റ്റോറിയാണ് ഞാൻ ഇന്ന് കോഴിക്കോട് ഹൈലൈറ്റ് മാളിലുള്ള നള ഹാൻഡ്ലൂം എന്ന് പറയുന്ന സ്റ്റോറിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. നള ഹാൻഡ്ലൂമിന്റെ സാരഥികളായിട്ടുള്ള ആഘോഷ് ചേട്ടനും ഷിനി ചേച്ചിയാണ് എൻ്റെ കൂടെയുള്ളത്. അപ്പോൾ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തി തുടങ്ങാം നമുക്ക്. എൻ്റെ പേര് ആഘോഷ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ മണിയൂർ എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അവിടെയാണ് നമ്മളെ ഫാക്ടറികളും സ്റ്റുഡിയോ എല്ലാം വർക്ക് ചെയ്യുന്നത്. ഷിനി ചോറോഡ് നള ഹാൻഡ്ലൂമിൻ്റെ ഡിസൈനറായിട്ട് ചെയ്യുന്നു. പിന്നെ ആഘോഷിൻ്റെ പാർട്ട്ണറും കൂടെയാണ്. അങ്ങനെ ഒരാൾ പാർട്ട്നേഴ്സായിട്ട് ഇത് എത്ര വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്? ഈ നള ഹാൻഡ്ലൂം എന്ന് പറഞ്ഞ അപ്പാരൽ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പുതിയതായിട്ട് ഇപ്പം മെയ് 1 ഇവിടെ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആദ്യമായിട്ട് ഇങ്ങനെ ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്തതാണോ, അല്ലെങ്കിൽ കുറേ വർഷങ്ങളായി ഇതിന് പിന്നിലുണ്ടോ, എങ്ങനെയാ? നമ്മൾ ഇത് നാച്ചുറൽ ഫാബ്രിക്സ് എന്ന ഒരു കമ്പനി 20 വർഷമായിട്ട് നമ്മൾ ഹോം ലിനനിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ റീസെൻ്റായിട്ട് ഒരു 5-6 ഇയേഴ്സ് മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു റിസർച്ച് വർക്ക് ഇതെങ്ങനെ അപ്പാരലിൽ കുറച്ചുകൂടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല എന്നുള്ള ആ ഒരു മെൻറ്റാലിറ്റി നമ്മൾ അപ്പാരൽ ഡിവിഷനെ പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഒരു 2 ഇയേഴ്സ് ബാക്കാണ് നമ്മൾ ഫാമിലി ഫ്രണ്ടാണ് ഷിനീന പരിചയപ്പെടുന്നത്. നമ്മളതിലേക്ക് അപ്പാരലിലേക്ക് കടന്ന്. അപ്പൊ നിങ്ങളിപ്പോ ഇവിടെ ഹൈലൈറ്റിലല്ലാണ്ട് ഇതുപോലെ അപ്പാരൽ വേറെ എവിടെയെങ്കിലും ഒക്കെ ചെയ്തിട്ടുണ്ടോ? നമ്മള് വടകര സർഗാലയ ക്രാഫ്റ്റ് വില്ലേജിൽ നമുക്കൊരു ഔട്ട്ലെറ്റ് ഉണ്ട്. പിന്നെ ട്രിവാൻഡ്രം കോവളത്തുണ്ട്. പിന്നെ തലശ്ശേരി ഒരു ഷോപ്പ് ഉണ്ട്. എല്ലാം നള ഹാൻഡ്ലൂം എന്നുള്ള പേരിലാണ്. അപ്പൊ നിങ്ങളുടെ അപ്പാരൽ നള ഹാൻഡ്ലൂം എന്നുള്ള നള എന്നാണ്. അപ്പൊ നിങ്ങളുടെ ഇത് വടകരയിലുള്ള ഞാൻ മെയിനായിട്ട് നോക്കുന്നത് ഫാബ്രിക്കും അതിന്റെ ടെക്സ്ചറും ആ വക കാര്യങ്ങളൊക്കെയാണ്. ഷിനി ബാക്കി അവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിന്റെ ഒരു പ്രൊസീജിയർ ഒന്ന് പറഞ്ഞുതരാമോ? എങ്ങനെയാണ് നമ്മൾ അതായത് ഫ്രം യാൺ നൂലിൻ്റെ സ്റ്റേജ് മുതൽ നമ്മളതിനെ അനലൈസ് ചെയ്തിട്ട് അതങ്ങനെ ഒരു പുതിയൊരു ക്വാളിറ്റി, അതായത് ഒരു ഹാൻഡ്ലൂം മാർക്കോട് കൂടിയിട്ടുള്ളൊരു ഫാബ്രിക്, അതായത് നമ്മളൊരു എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു ഫാബ്രിക് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത്. അത് നമ്മൾ സ്റ്റാർട്ടിങ് ഫ്രം ബോട്ടം ആ ഫാബ്രിക് എടുത്ത് പിന്നെ നമ്മളത് ഡിസ്കസ് ചെയ്ത് അതിനൊരു കളർവേ, ഒരു തീം ഉണ്ടാക്കി ആ കളർവേയിലാണ് നമ്മൾ ഫാബ്രിക് ഉണ്ടാക്കുന്നത്. ആ ഫാബ്രിക് ഉണ്ടാക്കിയതിനു ശേഷം അതെവിടെ നിന്ന് അങ്ങോട്ടേക്കുള്ള കാര്യങ്ങളൊക്കെ ഷിനി പ്ലാൻ ചെയ്ത് ഡിസൈനിങ് കാര്യങ്ങളൊക്കെ 2 സ്റ്റേജ് ആയിട്ടാണ് അല്ലേ? അപ്പൊ 2 സ്റ്റേജിന്റെയും 2 തലപ്പത്ത് നിൽക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ. ഒരു വോയിൽ കോട്ടൺ ഫാബ്രിക്കിൽ വരുന്ന മെറ്റീരിയലാണ് ഇത്. വളരെ ഡിമാൻഡ് ഉണ്ട് ഇവിടെ. നമ്മൾ വെച്ചപ്പോഴാണ് അറിയുന്നത് ആൾക്കാർ സെർച്ച് ചെയ്ത് വരുന്നൊരു ഫാബ്രിക്കാണിത് എന്നുള്ളത്. അപ്പോൾ ഇതിലിപ്പം കസ്റ്റമൈസ് ചെയ്തിട്ട് ഇഷ്ടംപോലെ പോകുന്നൊരു പ്രോഡക്റ്റാണിത്. വളരെ നന്നായിട്ട് നമ്മൾ തന്നെയാണ് ഇതിൻ്റെ ഡൈ ചെയ്യുന്നതും പാറ്റേൺ എടുക്കുന്നതും എംബ്രോയ്ഡറി എല്ലാം. പക്ഷെ വന്ന ആൾക്കാരെല്ലാം പറയുന്നത് അതെ. അതേപോലെ ഇത് എംബ്രോയ്ഡറി ഒന്നും ഒട്ടും മാറാതെ സെയിം എംബ്രോയ്ഡറി വേണമെന്ന് പറഞ്ഞ് നമ്മളെടുത്ത് വരുന്ന ആൾക്കാരുണ്ട്. കളേഴ്സിന് ഇതെങ്ങനെ മാച്ച് ചെയ്തിട്ട് വളരെ മൈൽഡായിട്ടുള്ള ഒരു കളേഴ്സിൽ വരുന്ന എംബ്രോയ്ഡറീസ് എല്ലാം ലോങ്ങിൽ വരുന്നതാണ്. കുട്ടികളത് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാം എംബ്രോയ്ഡറീസ് വളരെ റയറായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കളേഴ്സ് കാര്യങ്ങളാണ്. ലിനനാണ്, പ്യുവർ ലിനനാണ്. ഇത് 5 മീറ്ററിൽ വരുന്നൊരു കോഡ് സെറ്റാണ്. അത്യാവശ്യം നല്ല റേഞ്ച് ഉണ്ട്, പക്ഷേ ആൾക്കാർ നന്നായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. സാധാരണ നമ്മൾ ഹാൻഡ്ലൂമിലൊരു കാണുന്നതിന് വ്യത്യസ്തമായിട്ടുള്ള കോഡ് സെറ്റ് അതുപോലെ പ്രതീക്ഷിക്കുന്നില്ലല്ലോ. വെസ്റ്റേൺ കൂടെ നമ്മൾ മിക്സ് ചെയ്തിട്ടൊരു ഫ്യൂഷൻ ഉണ്ടാക്കാം. പൊതുവേ നമ്മൾ ഇതിനെല്ലാവരും കളിയാക്കി പറയുന്ന ഒരു കാര്യം ആനത്തോർത്ത് എന്നാണ്. ഇത് സ്റ്റോക്ക് കഴിയുമ്പോൾ ആൾക്കാർ പറയും ആനത്തോർത്ത് കഴിഞ്ഞു, പെട്ടെന്ന് വേണമെന്ന് പറയുന്നൊരു ടൈപ്പ്. ഇതാണ് നല്ല ഡിമാൻഡ്സ് ഉള്ളതാണ്.
ഡിസൈനിങ് ഏരിയയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അറിയണം. ഇതിൽ ഹാൻഡ് എംബ്രോയിഡറി ആണ്, കുറെ ഇവിടെ കണ്ടതിലൊക്കെ ഹാൻഡ് എംബ്രോയിഡറി ഉണ്ട്, അതുപോലെ പെയിന്റിങ്സ് കാണുന്നുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളൊന്ന് പറയാം. അത് നമ്മളെ ഫാബ്രിക്കിൽ നമ്മളെ തന്നെ ഒരു ഡയറക്റ്റ് ഒരു ഫീല് വരാൻ വേണ്ടി ചെയ്തതാണ്. ഒരു ഫാബ്രിക്കിനൊന്ന് ലൈവാക്കി കൊണ്ടുവരാന്നുള്ളതാണ്. അതാണ് പെയിന്റിങ്ങും എംബ്രോയിഡറി എല്ലാം കൂടുതൽ ചെയ്യാൻ. പിന്നെ ഒരു ക്യൂട്ട്നെസ് എപ്പോഴും ഉണ്ടാവുമല്ലോ ഈ ഹാൻഡ് വർക്കിനല്ലോ. ഇവിടുത്തെ ഹാൻഡ് വർക്കിന്റെ ഒരു പ്രത്യേകതയും ശ്രദ്ധിച്ചത് മിനിമലാണ്. അതായത് വാരി വലിച്ചങ്ങ് ചെയ്തിട്ടില്ല, ചെറിയ ചെറിയ വർക്കുകളാണ്. പക്ഷെ അതൊരു എലഗന്റ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ എങ്ങനെയാ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നത്? കളേഴ്സ് നന്നായി ശ്രദ്ധിക്കാറുണ്ട്. എപ്പോഴും നമ്മളൊരു മൈൽഡ് കളേഴ്സ് നമ്മളെ ഫാബ്രിക്കിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന കളേഴ്സ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഡിസൈനൊക്കെ എങ്ങനെയാ നിങ്ങൾ തന്നെ ചെയ്ത് കൊടുക്കുന്നത്? അല്ല, വർക്കേഴ്സ് ഡിസൈൻ ഞാനാണ് ചെയ്യുന്നത്. അത് അവർക്ക് അതിൻ്റെ ടെംപ്ലേറ്റ്സ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരത് ചെയ്തോളും. പണ്ടുള്ള ആ ഒരു സ്റ്റൈലും നമ്മളെ ഹാൻഡ്ലൂമിൻ്റെ ഒരു ടച്ചും എല്ലാം കൂടെ ഒരു ഫ്യൂഷൻ ആക്കിയിട്ടാണ് സാധാരണ ഒരു ഇൻഡോ വെസ്റ്റേൺ കോൺസെപ്റ്റാണ് ബേസിക്കലി. കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മളെ ഫാബ്രിക് കണ്ടു കഴിഞ്ഞാൽ കൂടുതലായിട്ട് അവർ കസ്റ്റം ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഈ ഫാബ്രിക്കിൽ നമുക്ക് ഇതുപോലെ വേണം. അതേ എംബ്രോയ്ഡറി മെയിനായിട്ട് അവർ ഫോളോ ചെയ്യുന്നുണ്ട്. നമ്മൾ എന്താണോ എംബ്രോയ്ഡറി ചെയ്തിരിക്കുന്നത് അത് തന്നെ വേണം, കളേഴ്സ് മാറാൻ പാടില്ല. അപ്പോൾ ആൾക്കാർ അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതിനോടൊരു പാഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് തീമിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നമ്മളൊരു നെക്സ്റ്റ് പ്രോജക്റ്റ് അതാണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് നമ്മളെ ഷോറൂമിൻ്റെ ഹാഫ് ഓഫ് ഷോറൂം ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക് പോർഷനിലും അങ്ങനെ ബാക്ക് പോർഷൻ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ട്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒരു പ്രൊജക്റ്റ് പോലെ നമ്മൾ പറഞ്ഞതിലുള്ള ഒരു ഐറ്റമാണിത്. വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പെയിൻറ്റിങ്സ്. ഇത് ഇപ്പോൾ ഇവിടെ ചെയ്ത് വെച്ചിരിക്കുന്ന സനികയാണ്. ഇതാണ് നമ്മുടെ ഹാൻഡ്ലൂം മാർക്ക്. ഇത് സെൻട്രൽ ഗവൺമെൻറ് ഇഷ്യൂ ചെയ്യുന്ന ടാഗാണ്. അപ്പോൾ 100% ഹാൻഡ്ലൂം ആയിട്ടുള്ള പ്രൊഡക്റ്റിന് മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ളൊരു ഇത് വെക്കാൻ പാടുള്ളൂ. അപ്പോൾ ഈ കാണുന്ന പ്രൊഡക്റ്റിനൊക്കെ പിന്നിൽ ഒരുപാട് ആൾക്കാരുടെ കൈകൾ പോയിട്ടുണ്ട്. നിങ്ങളുടെ വടകരയും കൂടി വന്നാലാണ് അതിന്റെ ഒരു കംപ്ലീഷൻ ആവുള്ളൂ. അതിന്റെ പ്രോസസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വരുന്നുണ്ട് ഒരു ദിവസം. ഡെഫിനറ്റ് ആയിട്ട് വരണം. അതുപോലെ പുതിയ പുതിയ സ്റ്റുഡൻസും പുതിയ പുതിയ ആൾക്കാരും നമുക്ക് ഇതിലേക്ക് അവരുടെ എല്ലാ എഫേർട്ട് നമുക്ക് ഇതിലേക്ക് കൊണ്ടുവരാനുള്ള പ്ലാറ്റ്ഫോം അവിടെ ഉണ്ട്. ഞാൻ എന്തായാലും വരുമ്പോൾ ഉമ്മനെയും കൂട്ടിയിട്ട് വരുന്നുണ്ട്. ഉമ്മയാണ് ഇതിൻ്റെ ഒരു ഭയങ്കര പാഷൻ. അതായത് ഉമ്മ കല്യാണം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഫീൽഡിൽ ഇല്ലാത്ത ഒരാളാണ്. പിന്നെ ഉമ്മക്ക് ബോട്ടിക്കും ഞങ്ങൾക്കൊരു കോളേജ് ഉണ്ട് ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ FDGT പറഞ്ഞിട്ട്. അപ്പോൾ ഉമ്മ ഒരു ഒറ്റയാൾ പോരാട്ടം നടത്തി അതിലേക്ക് എത്തിയ ആളാണ്. ഉമ്മയുടെ കൂടെ പോയാണ് ഞങ്ങളും ഇങ്ങനെ ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഇത് നമ്മൾ എക്സ്ക്ലൂസീവായി ചെയ്തിരിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് കേപ്പ്. നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ, ഈവൻ സാരീൻ്റെ കൂടെ വരെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഈ ഷോറൂം ഡിസൈൻ ചെയ്യുമ്പോൾ തന്നെ കേപ്പിന് വേണ്ടി ആദ്യം പ്ലാൻ ചെയ്തൊരു സ്റ്റാൻഡ് കൂടെയാണിത്. നല്ല അബ്സോർബൻസി ഉള്ള ഫാബ്രിക്കാണ്. ഒരു കുട്ടിയൊക്കെല്ലൊരു ഫെദർ ഫീല് വരും. നമുക്ക് ആ ഒരു സാധാരണ ഒരു റഫാവുന്ന തോർത്തിനേക്കാൾ നന്നാവും ടവൽസ്. സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒരു കളക്ഷനായിട്ട് തീരുമാനിച്ചതായിരുന്നു. നമ്മളെ തന്നെ ഫാബ്രിക്കിൽ ഇത് സ്ട്രൈപ്പ് നമ്മൾ പ്രിൻ്റ് ചെയ്തെടുത്ത അതേപോലെ ഷോൾസ്. അപ്പോൾ ഇവിടെ കാണുന്ന പ്രൊഡക്റ്റിന് പിന്നിൽ ഒരുപാട് നെയ്ത്തുകാരുടെയും അതുപോലെ വൈൻഡേഴ്സ്, വാർപ്പേഴ്സ്, ഇങ്ങനെ സാമ്പിൾ ഡയേഴ്സ്, ഒരുപാട് ആൾക്കാരുടെ പ്രവൃത്തി ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ നിങ്ങളൊരു ദിവസം നമ്മളെ പ്രൊഡക്ഷൻ യൂണിറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ. പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ പേര് എന്തായിരുന്നു? നാച്ചുറൽ ഫാബ്രിക്സ്, വടകരയിൽ അല്ലേ? വരാം, നമ്മളൊരിക്കൽ വരാം. ഇത് അപ്പോൾ നമ്മളിപ്പോൾ നമ്മളെ വർക്ക് എങ്ങനെയാണ്
സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമ്മളൊരു ഒരു 3 months മുന്നേ നമ്മൾ ഇതിൻ്റെ ഒരു ഹോംവർക്ക് നടക്കും. അപ്പോൾ നമ്മളൊരു മാർക്കറ്റ് റിസർച്ചും അതുപോലെയുള്ള അതുപോലെയുള്ള ഇൻ്റർനാഷണലി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ബ്രാൻഡുകളുടെ കളേഴ്സൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് ഒരു കളക്ഷൻ ഉണ്ടാക്കും കളേഴ്സ്. അപ്പോൾ ആ കളേഴ്സിലുള്ള പ്രൊഡക്റ്റുകളാണ് നമുക്ക് ഇവിടെ കംപ്ലീറ്റ് ഇതുള്ളത്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഒരു 3 months അല്ലെങ്കിൽ ഒരു 4 months കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ അതിൻ്റെ വർക്ക് നമ്മളിപ്പോഴേ തുടങ്ങി കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ഇതൊക്കെ ഒരു ചെയിൻ പ്രോസസ്സാണ്. അപ്പോൾ അപ്പോൾ ഒരു 4 months കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ പുതിയ ലേറ്റസ്റ്റ് കളക്ഷൻ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് കസ്റ്റമേഴ്സിന് ഈ ഒരു ഇതിൽ വെച്ചിട്ട് നമുക്ക് എങ്ങനെ കസ്റ്റമൈസ് ചെയ്തിട്ട് ഈ പ്രൊഡക്റ്റ് ഈ ഫാബ്രിക് ഒക്കെ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. പിന്നെ ഇതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു നെയ്ത്തുകാരൻ്റെ ഒരു സോഷ്യൽ സ്റ്റാറ്റസ് ഒരു സമൂഹത്തിലുണ്ടാകുന്ന വാല്യൂ വളരെ കുറവാണ്. അത് ഇൻകം ബേസിലല്ല, അല്ലാണ്ട് തന്നെ ഒരു നെയ്ത്തുകാരൻ എന്ന് പറയുമ്പം ഒരു മാനസികമായിട്ടുള്ളൊരു ഫീലിങ്സ് സമൂഹത്തിൻ്റെ ഇടയിൽ നെയ്ത്തുകാരൻ എന്ന് പറയുമ്പം ഒരു വാല്യൂ കുറവുള്ളൊരു ഇതായിട്ടാണ് കാണുന്നത്. പക്ഷേ അതിനെ നമ്മളെങ്ങനെ ലിഫ്റ്റ് ചെയ്തെടുക്കാമെന്നുള്ള ഒരു ഇതാണ് നമുക്ക് ഇതിൻ്റെ പിന്നിലൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിങ്ങനെ ഒരു ഡിസൈനിങ് സ്റ്റുഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവെ ഇപ്പം ഫാഷൻ ഡിസൈനിങ്, കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കുറേ ട്രെൻഡ് ഉള്ളതുകൊണ്ട് ആ ഫീൽഡിലേക്ക് ആളുകൾ ഒരുപാട് എത്തും. പക്ഷെ നിങ്ങൾ ഈ ഹാൻഡ്ലൂമിലാവുമ്പോഴേ നമുക്ക് നെയ്ത്ത് എന്തായാലും നിർബന്ധമാണ്. അപ്പം ആ മേഖലയിലേക്ക് ആളുകൾ എങ്ങനെയാണ് കിട്ടുന്നത്? അത് നമുക്ക് യങ്സ്റ്റേഴ്സ് തീരെ ഇതിൽ അട്രാക്റ്റഡ് അല്ല, അതോണ്ടാ ചോദിച്ചത്. അപ്പോൾ നമുക്ക് ലേഡീസ് കുറച്ച് ആൾക്കാർ മുന്നോട്ട് വരുന്നുണ്ട്. പിന്നെ നമ്മളിപ്പം പഴയതുപോലെ ഇപ്പം ഒരു മീറ്റർ കണക്കിനാണ്, ഒരു മീറ്റർ നെയ്ത് കഴിഞ്ഞാൽ ഇത്ര എന്നുള്ളത് നമ്മളില്ല. നമ്മളെല്ലാം സാലറിയാണ്. നെയ്ത്തുകാർക്കൊക്കെ സാലറി ഫിക്സ് ചെയ്തിട്ട് അവർക്കൊരു മെച്ചപ്പെട്ട ഇൻകം കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ നമ്മൾ ചെയ്യുന്നത്. അല്ല, ഈ ഫീൽഡ് സെലക്ട് ചെയ്യുമ്പം എന്തായാലും പാഷൻ വളരെ നിർബന്ധമാണ്. അതായത് കസ്റ്റമേഴ്സൊക്കെ വളരെ ചോയ്സ്ഡ് ആയിരിക്കും. അപ്പോൾ നമ്മളൊരിക്കലും ഒരു ഫെഡപ്പായിട്ട് പോകാനോ നമ്മൾ മാർജിൻ ഉണ്ടാക്കുന്നതിലുപരി നമുക്കൊരു കസ്റ്റമറിനെ വല്ലാതെ ഒരാളെ എങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യിക്കാം എന്നുള്ള ഒരു പോളിസി ആയിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. എന്നാലേ നമുക്ക് ഈ ഒരു ടെക്സ്റ്റൈൽ രംഗത്തായാലും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. കസ്റ്റമേഴ്സാണല്ലോ അവരെ. അപ്പോൾ അതിന് നമ്മൾ പിന്നെ ക്വാളിറ്റി ബേസ്ഡ് ക്വാളിറ്റി നിർബന്ധമാണ്. പിന്നെ ഒരു ടൈം ഫ്രെയിം വെച്ചിട്ടോ അല്ലെങ്കിൽ 5 to 10 to 5 വെച്ചിട്ട് അങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റിയൊരു ഫീൽഡൊന്നുമല്ല ഈ ഇൻഡസ്ട്രി മൊത്തം. അപ്പോൾ നമ്മൾ നമുക്ക് കോള് വരുന്നത് 12 മണിക്കായിരിക്കും. അങ്ങനെ ഒരു ടൈം ബീങ് വരെ. അപ്പോൾ നമ്മളൊരു എസ്റ്റാബ്ലിഷ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മളതായ ടൈം എല്ലാം കീപ്പ് ചെയ്യാം. പക്ഷേ ഒരു ഇനിഷ്യൽ സ്റ്റേജിൽ ഒരു ടൈം ഫ്രീഡം ഇല്ലാണ്ട് നമുക്ക് വർക്ക്. പക്ഷെ നമ്മളിപ്പോഴും അങ്ങനെ ഒരു ടൈം ഫ്രെയിം ഒന്നും വെച്ചിട്ട് അല്ലാണ്ട് തന്നെ നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇത്ര സമയം കേട്ടത് നള ഹാൻഡ്ലൂംസിന്റെ സക്സസ് ആയിട്ടുള്ള സ്റ്റോറീസും അതിവിടുത്തെ വിശേഷങ്ങളുമാണ്. അപ്പോൾ ഇനിയും നിങ്ങളുടെ അപ്പാരൽസ് കൂടുതൽ നിങ്ങൾ കുറേ ഔട്ട്ലെറ്റ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, അതിൻ്റെ വർക്കിലാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവട്ടെ, നമ്മുടെ കേരളത്തിലെല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാവട്ടെ എന്ന് എല്ലാവിധ ആശംസകളും നേരുന്നു. പിന്നെ അടുത്തന്നെ നിങ്ങളുടെ വടകരയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ താങ്ക് യു. നിങ്ങൾ ചെയ്യാൻ പറ്റിയതിൽ ഇങ്ങനെ ഒരു സക്സസ് ആയിട്ടുള്ളൊരു സംഭവം ചെയ്യാൻ പറ്റിയതിൽ ഞാൻ നിങ്ങളോടും പറയാണ് ഇങ്ങനൊരു കണ്ടന്റ് തന്നതിന്.